പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദുഃഖവെള്ളി. നമ്മുടെ കർത്താവ് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച ദിനം. പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന് പരിഹാരമായിട്ട് രക്തം ചിന്തി, ശാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടുകൊണ്ട് എല്ലാ കടങ്ങളും വീട്ടി എല്ലാം പൂർത്തിയായി എന്ന് നമ്മെ നോക്കി നിലവിളിച്ചുകൊണ്ട് തന്റെ മരണത്താൽ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെ നൽകിക്കൊണ്ട് ജീവൻ നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഈശോ കുരിശിൽ മരിച്ച ദിവസമാണ് മക്കളെ ദുഃഖവെള്ളി. ഇങ്ങനെ പറയും, മരണം മരിച്ച ദിവസമാണ് ദുഃഖവെള്ളി. The day the death died. മനുഷ്യന് വേണ്ട രക്ഷ, മനുഷ്യന് വേണ്ട ജീവൻ, മനുഷ്യന് വേണ്ട വിമോചനം അതിന്റെ പൂർണ്ണതയില് നൽകാൻ വേണ്ടി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിച്ച് കുരിശിൽ നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാര ബലിയർപ്പിച്ച കർത്താവിന്റെ വലിയ കരുണ നാം സ്വന്തമാക്കുക. അതുകൊണ്ട് മക്കളെ, ഈശോയുടെ ഈ മരണം ആ കുരിശിന്റെ രൂപത്തിലേക്ക് നോക്കിയേ. ഐ ആം ദി ആഗണൈസിംഗ് ജീസസ് ഹു ലവ്സ് യു എന്ന് ഈ കുരിശ് രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ സ്നേഹം ഇന്ന് വേദനിക്കുക. നിങ്ങളുടെ സ്നേഹത്തെ പ്രതി വേദനയോടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയാണ്. ഐ ആം ദി ആഗണൈസിംഗ് ജീസസ് ഹു ലവ്സ് യു. വേദനിക്കുന്ന കർത്താവ്. ഇന്നും കർത്താവിന്റെ വേദന വളരെയേറെ വലുതാണ്. ഈശോ കുരിശിൽ കിടന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ധ്യാനിച്ചു, എനിക്ക് ദാഹിക്കുന്ന മക്കളെ. എന്തിനാണ് ഈശോയുടെ ദാഹം? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ, നമ്മുടെ പാപത്തിന് അടിമപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് നിയമത്തിന് വിധേയരായി പോയി പാപത്തിന്റെ വേദനം, മരണം, പാപത്തിന്റെ ശാപം, പാപത്തിന്റെ കടം, പാപത്തിന് പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശം, അങ്ങനെ പല പല നിയമങ്ങൾക്ക് അധീനരായി പോയ നമ്മെ ഉദ്ധരിക്കാൻ ഈശോ നമുക്ക് വേണ്ടി, നമുക്ക് പകരം ആ നിയമത്തിന് വിധേയനായി. മക്കൾ, പാപത്തിന്റെ ശിക്ഷ അറിയണമെങ്കിൽ ഈ ക്രൂശ രൂപത്തിലേക്ക് നോക്കിയാൽ മതി. ഇതുപോലെ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് മുറിവേൽക്കാൻ ഒരിടം പോലും ഇല്ലാത്ത വിധം മുറിവേറ്റ് ഒരു തുള്ളി രക്തം പോലും ജലം പോലും ബാക്കി വയ്ക്കാതെ ചങ്കുകുത്തി തുറന്ന് നമുക്ക് വേണ്ടി ഒഴുക്കിയ, നമുക്ക് വേണ്ടി തന്നെ കീറി മുറിച്ച് നൽകിയ ആ വലിയ സഹനം ആണ് പാപത്തിന്റെ ശിക്ഷ. ഈശോ ഇത് ഏറ്റെടുത്ത ആർക്ക് വേണ്ടിയ മക്കളെ? നമുക്ക് വേണ്ടി, നമുക്ക് പകരം നാം വഹിക്കേണ്ട ഭാരം, നാം സഹിക്കേണ്ട സഹനം, നാം ഏൽക്കേണ്ട മുറിവ്, നാം ചിന്തേണ്ട ശിക്ഷ, നാം വഹിക്കേണ്ട ശാപം, ഇതെല്ലാം നമുക്ക് വേണ്ടി, നമുക്ക് പകരം ഈശോ കുരിശിൽ ഏറ്റെടുത്തു. വിശുദ്ധ കുർബാനയില് ഈ കുരിശുമരണത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഉദാശ വചനങ്ങൾക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കില്ലേ? നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം കർത്താവേ, അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. ഈ കുരിശിലൂടെ മഹത്വമണിയിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ട രക്ഷ, നമ്മുടെ മക്കൾക്ക് വേണ്ട രക്ഷ, ലോകത്തിന് വേണ്ട രക്ഷ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവ് ചെയ്ത മഹത് പ്രവൃത്തിയാണ് ഈ കുരിശുമരണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ പാപികളാണ്. നമ്മുടെ കുടുംബത്തില് പാപത്തിന്റെ മേഖലയുണ്ട്. നമ്മുടെ മക്കള് പാപത്തിന്റെ അവസ്ഥയിലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കരുണയിലേക്ക് തിരിയണം, ഈ കരുണ സ്വന്തമാക്കണം. അതിനുവേണ്ടി കുമ്പസാരിച്ച് പാപത്തെ വെറുത്തുപേക്ഷിച്ച് കർത്താവിന്റെ ഈ പാപ പരിഹാര ബലി അർത്ഥം മനസ്സിലാക്കി അർപ്പിച്ച് പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ വീട്ടി അതിലൂടെയൊക്കെ സാത്താന് ലഭിച്ച നിയമപരമായ അവകാശത്തെ അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് മരിച്ച ഈ മഹത്വത്തിന്റെ സമ്പന്നത നൽകുന്ന കുരിശുമരണം നമ്മൾ സ്വന്തമാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, യേശുവിന്റെ ഈ വലിയ കരുണയിലേക്ക് ഓടി വരാനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈശോ കുരിശിൽ കിടന്ന് ദാഹിച്ച് നിലവിളിക്കുന്നത്. ആ സ്നേഹത്തിലേക്ക്, ആ കരുണയിലേക്ക് നമുക്ക് നമ്മുടെ മക്കളെ ഇന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് ഒത്തിരിയേറെ പാപത്തിന്റെ പിടിയിൽപ്പെട്ടു. അതിന്റെ ശാപങ്ങള്, അതിന്റെ കടങ്ങള്, അതിലൂടെ നമ്മുടെ മക്കളുടെ മേൽ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങള് അതെല്ലാം അവസാനിപ്പിക്കപ്പെടുന്നത് ഈ കുരിശിലെ ബലിയിൽ മാത്രമാണ് മക്കളെ. വേറെ എവിടെ പോയാലും രക്ഷയില്ല, വേറെ എന്തൊക്കെ ചെയ്താലും രക്ഷയില്ല. ഈ കുരിശിലൂടെ അല്ലാതെ രക്ഷയില്ല. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചും മാതാപിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പാപത്തിന്റെ പിടി കുടുങ്ങി, ശാപത്തിന്റെ പിടി കുടുങ്ങി, പിശാചിനെ കെണിപ്പെട്ട് തെറ്റായ സ്നേഹബന്ധങ്ങൾ കുടുങ്ങി, മദ്യത്തിന്, ലഹരിക്ക്, മൊബൈലിന് അണിയപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കളെ കർത്താവിന്റെ ഈ കുരിശുമരണത്തിന്റെ ശക്തിയാൽ നമുക്ക് വിമോചനത്തിലേക്കും രക്ഷയിലേക്കും അനേകം സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവിന്റെ ഈ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. കർത്താവിന്റെ കരുണ അതുപോലെ ഈ ലോകത്ത് നൽകപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നാണ് ദൈവകരുണയുടെ തിരുനാളിന്റെ നൊവേന നമ്മൾ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ആ നൊവേനയുടെ വലിയ ശക്തി, ദൈവകരുണയുടെ ശക്തി ഇതാ ചങ്കുകുത്തി തുറന്ന് ആ കരുണയുടെ നിറവ് നൽകുന്ന തിരുരക്തവും തിരുച്ചലവും ലോകം മുഴുവനിലേക്കും ഒഴുക്കിക്കൊണ്ട് കുരിശുമരണത്തിലൂടെ നിറയപ്പെട്ട കരുണയുടെ മഹാസമുദ്രം. അതാണ് ഈശോ പറഞ്ഞ, എന്റെ ഈ കരുണ നിലയില്ലാത്ത കടല് പോലെയാണ്. ആ കരുണ കടലിലേക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കണം. ഇന്നു മുതൽ അങ്ങോട്ട് നമ്മള് ദൈവകരുണയുടെ നൊവേനയില് ഓരോ മേഖലകളിലുമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ഒന്നാം ദിവസത്തില് ഈശോ ആരെ കൊണ്ടുവരാനാ പറഞ്ഞെന്നറിയോ? എല്ലാ പാപികളെയും, എന്താ പറയാ, ഇന്ന് എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് പാപികളെയും, കഠിന പാപികളെ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ഇങ്ങനെ ആത്മാക്കളുടെ നാശം മുഖേന എനിക്കുണ്ടാകുന്ന സങ്കടത്തിന് പ്രതിവിധിയായി നീ എന്നെ ആശ്വസിപ്പിക്കും എന്നാണ് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞ് നൊവേനയുടെ ആദ്യ ദിനത്തില് എല്ലാ കഠിന പാപികളെയും ഈ കരുണയിലേക്ക്, ഈ കരുണക്കടലിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുക. ഈശോ പറഞ്ഞ്, ഒരു ആത്മാവിന്റെ നാശത്തെ പ്രതി നിലവിളിക്കുന്ന ആഗണൈസിംഗ് ജീസസ്. എന്തിനാണ്? ആത്മാക്കളുടെ നാശത്തെ പ്രതി വേദനിക്കുന്ന, നിലവിളിക്കുന്ന, കരയുന്ന കർത്താവിന്റെ ആ വേദന ശമിപ്പിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായോട് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് കഠിന പാപത്തിൽ കുടുങ്ങി പാപത്തിന്റെ പിടിയിൽപ്പെട്ട് നശിച്ചിരിക്കുന്ന നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും ഈ ഒന്നാം ദിനത്തിന് കർത്താവിന്റെ കരുണയിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ,
നമ്മള് ഈ ദുഃഖവെള്ളിയുടെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ വന്നത് പാപത്തെ നീക്കാനാണ്. ഈശോ വന്നത് പാപത്തിന്റെ അനന്തര ഫലങ്ങളെ അവസാനിപ്പിക്കാനാണ്, അതിന് പരിഹാരം ചെയ്യാനാണ്, അതിന് നിയമത്തെ പൂർത്തീകരിക്കാനാണ്. അതിലൂടെ പാപത്തിന്റെ ആധിപത്യങ്ങളെ, പാപത്തിന്റെ അധികാരങ്ങളെ, കൊളോസോസ് 2:14 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും കുരിശിൽ അവയെ തറച്ച് നിഷ്കാസനം ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് പരസ്യമായിട്ട് അവയെ അവഹേളന പാത്രമാക്കി. കുരിശിൽ ഉയർത്തപ്പെട്ട് പരസ്യമായിട്ട് പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ വീട്ടി സാത്താന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ പരസ്യമായിട്ട്, രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് അവഹേളന പാത്രമാക്കിയ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഇന്ന് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, വലിയ ദൈവിക കരുണയുടെ ഇടപെടൽ നമുക്ക് ലഭിക്കാം. അതുകൊണ്ട് നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. ഈശോ ആഗ്രഹിച്ചതുപോലെ എല്ലാ കഠിന പാപികളെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയെ സമർപ്പിക്കുക, ലോകം മുഴുവനെ സമർപ്പിക്കുക. നമ്മളിന്ന് പ്രാർത്ഥിക്കും, പ്രത്യേകിച്ചും പ്രാർത്ഥിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ കരുണയ്ക്കായി നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ ഈ വലിയ ആഴ്ചയില്, ഈ ദിവസങ്ങളില് മക്കൾക്ക് വേണ്ടിയാണ് ഈ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രത്യേകം വിമോചനം കിട്ടാനും പാപശക്തികൾ നിർവീര്യമാക്കാനും മക്കളുടെ മേലുള്ള പൈശാചിക ശക്തികളും മരണശക്തികളും നിർവീര്യമാക്കപ്പെടാനും ഈ കുരിശുപന ശക്തിയാൽ, വലിയ കരുണയാൽ നിറയപ്പെട്ട് നമ്മുടെ മക്കൾ തിരിച്ചു വരാനും ഇടയാകട്ടെ. ഒപ്പം എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ഫൗസ്റ്റീനായോട് പറയുന്നുണ്ട്, നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി കർത്താവിന്റെ പീഡാസഹനങ്ങളുടെ യോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വലിയ കരുണയിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ നൊവേനയുടെ 1-ാം ദിനത്തില് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നൊവേന പ്രാർത്ഥനയിലൂടെ നമ്മൾ തന്നെ സമർപ്പിക്കാം. ഏറ്റവും കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മക്കളുടെയും പാപങ്ങളെ വീക്ഷിക്കരുതേ. അങ്ങയുടെ അപാരമായ നന്മയെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ആത്മാവിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. അതിൽ നിന്ന് ഒരിക്കലും വിട്ടുനിൽക്കുവാൻ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഇടയാക്കല്ലേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങേ ഒന്നിപ്പിച്ച വലിയ സ്നേഹം ഞങ്ങൾ യാചിക്കുന്നു. നിത്യപിതാവേ, ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്ന പാപികളിലും മനുഷ്യകുലം മുഴുവനിലും അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെ കുറിച്ച് അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പുകഴ്ത്തട്ടെ. ആമേൻ. നമുക്കൊരുമിച്ച് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടില് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ കരുണ, അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ ലോകം മുഴുവന്റെ മേലും ചൊരിയപ്പെട്ട ഈ പുണ്യദിനത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ആ കരുണ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ചൊരിയണമെന്ന് നിങ്ങളെല്ലാവരും ഇന്ന് കരുണയുടെ ജപമാല ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കരുണയ്ക്കായി മക്കളെ ചേർത്ത് പിടിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കണം. പാപത്തിന്റെ അടിമത്തിൽ പെട്ടുപോയ നമ്മുടെ കുടുംബവൃക്ഷം പാരമ്പര്യത്തിന് മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ മക്കൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും പാപാവസ്ഥകളെയും കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുക. നമ്മോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് ഈ കൂട്ടായ്മയില് അനേക മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കണ്ണുനീരും നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും എല്ലാം കുരിശോട് ചേർത്ത് വെച്ച് ഈശോയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. വലിയ കരുണ ചൊരിഞ്ഞുകൊണ്ട് ഈ ദുഃഖവെള്ളിയില് നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോ കരുണയായിരിക്കട്ടെ. നിത്യപിതാവേ, ഞങ്ങളുടെയും പാരിന്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയമക്കൾ. നിൻ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനാകും
ഈശോതൻ തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കരുണ ജപമാലയിലൂടെ കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഇന്ന് സാധിക്കുന്ന മക്കളൊക്കെ കരുണയുടെ ജപമാല നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ചെയ്ത ട്യൂണാണ് നമ്മൾ പാടിയത്. അതിന്റെ പാട്ടും ആരാധനയും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഈ കരുണയുടെ നൊവേനയുടെ ദിവസങ്ങളൊക്കെ വീട്ടിലും വണ്ടിയിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ സാധിക്കുന്ന മക്കള് നമ്മുടെ ആ ചാനലിൽ കയറിയിട്ട് ആ ഒരു കരുണയുടെ ജപമാല ആരംഭം മുതൽ അവസാനം വരെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ഈ പീഡാസഹനത്തിന്റെ യോഗ്യത അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക. കരുണ ചൊരിയപ്പെടാൻ മക്കളെയും കുടുംബത്തെയും ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കരുണയുടെ വലിയൊരു കുത്തൊഴുക്ക് ഈ 9 ദിവസങ്ങൾ അങ്ങോട്ട് നമുക്ക് ലഭിക്കുമാറാകട്ടെ. ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ പുതിയൊരു സൃഷ്ടി, ഒത്തിരി വാഗ്ദാനങ്ങളും സന്ദേശങ്ങളും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കും. അതിനെ സ്വന്തമാക്കാൻ നമുക്കിടയാകട്ടെ. ദുഃഖവെള്ളിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ രക്ഷാകരമായ അഭിഷേകവും നൽകി ദൈവം നിങ്ങളെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുരിശിനെ ധ്യാനിച്ച്, കുരിശിന്റെ വഴിയെ ധ്യാനിച്ച്, പീഡാസഹനങ്ങളെ ധ്യാനിച്ച്, അതിലൂടെ കർത്താവ് ചൊരിയുന്ന കൃപ നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കണം. ഈശോയുടെ പീഡാസഹനത്തെ ഓർത്ത് ആരും ദുഃഖിക്കണ്ട, കരയണ്ട, വേദനിക്കണ്ട. അത് ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോ സ്വമനസ്സാലെ സന്തോഷത്തോടെ നമുക്ക് നൽകിയതാണ് ഈ പീഡാസഹനങ്ങളും ഈ കുരിശുമരണവും. എന്തിനെന്നറിയോ? ഈശോ മരിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈശോ രക്തം ചിന്താതെ നമുക്ക് പാപമോചനമില്ല. ഈശോ സഹിക്കാതെ നമുക്കൊരിക്കലും വിമോചനമില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഈശോ സന്തോഷത്തോടെയാണ് കുരിശ് മരിച്ചത്. ഈശോയുടെ വേദന എന്തെന്നറിയോ? ഈശോ ഇതുപോലെ മരിച്ചിട്ടും എന്റെ മക്കള് എന്റെ കരുണയിലേക്ക് തിരിച്ചു വന്നില്ലല്ലോ, ഈ കരുണ സ്വന്തമാക്കിയില്ലല്ലോ എന്നുള്ള വേദന. അതായിരിക്കണം നമ്മുടെ വേദന, നമ്മുടെ മക്കളുടെ വേദന, മക്കളെ കുറിച്ചുള്ള നമ്മുടെ വേദന. അതുകൊണ്ട് ഈശോയുടെ പീഡാസഹനം ഒരിക്കലും നമുക്ക് ദുഃഖകാരണമാകരുത്. നമ്മൾ ഈ പീഡാസഹനത്തെ സ്വീകരിക്കാതെ പോയത് നമ്മെ വേദനിപ്പിക്കണം, നമ്മൾ ദുഃഖിപ്പിക്കണം. അതിനെയോർത്ത് കരഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെയും കുടുംബത്തെയും ലോകം മുഴുവനെയും ഈ രക്ഷയിലേക്ക് തിരിച്ചു വന്നില്ലല്ലോ. റിജക്റ്റഡ് ലവ്, അതാണ് ഈശോയുടെ വേദന. തിരസ്കരിക്കപ്പെട്ട സ്നേഹം, ഇത് സ്നേഹമാണ്, നൽകപ്പെട്ടേക്കാം. പക്ഷെ അത് സ്വീകരിക്കാതെ പോയതിന്റെ നൊമ്പരം ഈശോയ്ക്കുണ്ട്. ആ നൊമ്പരത്തെയാണ് നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്. നമുക്ക് ഈശോയ്ക്ക് തിരിച്ചു വരാം, നമ്മളെ മക്കളെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരാം, ലോകം മുഴുവനെ കൊണ്ടുവരാം. ഈശോ എന്ന് പറഞ്ഞില്ലേ, പാപികളെ, കഠിന പാപികളെ എന്റെ കരുണയിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നു ഈശോ പറഞ്ഞു. അപ്പൊ ഈശോയുടെ വേദന എന്താണ്? പാപികൾ മാനസാന്തരപ്പെട്ട് ഈ കരുണയിലേക്ക് തിരിയാത്തതാണ് എന്റെ മക്കളെ ഈശോയുടെ വേദന. അതിനെ ശമിപ്പിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കൂ? നമ്മൾ ഈശോയുടെ അരികിലേക്ക് വരണം, മക്കളെ കൊണ്ടുവരണം, പാപികളെ കൊണ്ടുവരണം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുള്ള ദിവസങ്ങളാണ് ഈ 9 ദിനങ്ങൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ കരുണ സ്വന്തമാക്കാൻ ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാനുഭവത്തിന്റെ നിറവ് നൽകി ദൈവമായ കർത്താവ് കുരിശിനാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.